ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനെ കാണാത്ത ടെൻഷനിലിരിക്കുന്ന സച്ചിയും മറ്റുള്ളവരെയുമാണ്. തുടർന്ന് മുറിയിലേക്ക് പോകുന്ന സച്ചി സേതു പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഓർക്കുകയാണ്. അർച്ചനയും കുഞ്ഞിനെയും കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്നും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും അവരുമായി മാത്രം തിരിച്ചു വന്നാൽ മതിയെന്നും പറഞ്ഞ സേതുവിന്റെ വാക്കുകൾ ഓർത്ത് വിഷമത്തോടെ നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഒരു ബാഗുമായിട്ട് താഴേക്ക് വരികയാണ് സച്ചി. ആ കാഴ്ച കണ്ട് സേതു ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. സച്ചി, നീ ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്നും അർച്ചനയും കുഞ്ഞുമില്ലാതെ ഞാനിനി തിരികെ ഇങ്ങോട്ടേക്ക് വരില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. സച്ചി പോകുന്നത് എല്ലാവരും വേദനയോടെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു ലോറിയാണ്. അർച്ചനയും കുഞ്ഞും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് നേരെ ഒരു ലോറി പാഞ്ഞെടുക്കുകയും ഓട്ടോയെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. അർച്ചനയുടെ നിലവിളി ആ ഓട്ടോയിൽ നിന്നും കേൾക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിന്റെ വീടാണ്. അനഘയും സ്നേഹയും സന്ധ്യയും ചേർന്ന് സേതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സന്ധ്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. അർച്ചനയുടെയും കുഞ്ഞിന്റെയും പ്രായവും വേഷവും ഒക്കെ ചോദിച്ചതിന് ശേഷം പോലീസ് പറയുകയാണ്, ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടോയും ലോറിയും തമ്മിൽ. സ്പോട്ടിൽ തന്നെ അമ്മയും കുഞ്ഞും മരിച്ചു. നിങ്ങൾ പറയുന്ന ഈ അർച്ചനയുടെ പ്രായവും വേഷവും ഒക്കെ ആയിട്ടാ തോന്നുന്നത്. ബോഡി മോർച്ചറിയിലാണെന്നും നിങ്ങളൊന്ന് വന്ന് നോക്കിയിട്ട് പോയാൽ നല്ലതായിരുന്നെന്നും പോലീസ് പറയുമ്പോൾ ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് സന്ധ്യ. എന്താ മോളെ, എന്താ ഉണ്ടായതെന്ന് സേതു ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ സന്ധ്യ അനൂപിനോട് പറയുന്നു. തുടർന്ന് അനഘയോട് ആദിലോട് ചെന്ന് പറയാനും അനൂപിനോട് എത്രയും പെട്ടെന്ന് മോർച്ചറിയിലേക്ക് ചെല്ലാനുമായി പറയുകയാണ് സന്ധ്യ. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, എനിക്ക് തന്നെ പോകണം. അത് എൻ്റെ അർച്ചനയും മോളുമല്ലെന്ന് എനിക്ക് തന്നെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് സേതു പോകാനൊരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സേതുവിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. ഈ അവസ്ഥയിൽ അച്ഛൻ എങ്ങോട്ടേക്കും പോകണ്ടെന്നും അച്ഛനിപ്പോൾ റെസ്റ്റ് ആവശ്യമാണെന്നും ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമെന്നും പറഞ്ഞ് സേതുവിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ് സന്ധ്യ. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. എങ്ങോട്ടേക്കെന്നോ ഒരു ലക്ഷ്യവുമില്ലാതെ അർച്ചനയും കുഞ്ഞിനെയും മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് റോഡിലൂടെ അലസമായി നടക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അർച്ചന ആദ്യം മുതൽ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് വിഷമത്തോടെയാണ് സച്ചിയുടെ പോക്ക്. പിന്നീട് കാണിക്കുന്നത് അനൂപിനെയും കമലയുമാണ്. അമ്മയെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഒന്നുകൂടി പോയി അന്വേഷിക്കട്ടെ എന്ന് അനൂപ് പറയുമ്പോൾ ഇത്രയും നേരം നീ അന്വേഷിച്ചിട്ട് എന്ത് കിട്ടിയെന്നും എൻ്റെ മോളും കൊച്ചുമോളും എവിടെ പോയി കാണുമെന്നും ഓർത്തുകൊണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് കമല. അമ്മ വിഷമിക്കാതെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും തളരാതെ അതിനെല്ലാം തന്നെ ചെറുത്തു നിൽക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ അർച്ചന. അതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമലയെ സമാധാനിപ്പിക്കുകയാണ് അനൂപ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനൂപിന്റെ ഫോണിലേക്ക് ആതിര വിളിക്കുന്നത്. തുടർന്ന് അർച്ചനയുടെയും കുഞ്ഞിന്റെയും ആക്സിഡന്റിന്റെ കാര്യം എല്ലാം തന്നെ അനൂപിനോട് പറയുകയാണ് ആതിര. എന്താടാ, അവർക്ക് എന്താ പറ്റിയതെന്ന് കമല ചോദിക്കുമ്പോൾ നമുക്കുടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുകയാണ് കമല. അതാരാണെന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരമ്മയും കുഞ്ഞും റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലോറി തട്ടിയെന്നും രണ്ടുപേരും മോർച്ചറിയിലാണെന്നും അനൂപ് പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കമല. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. മോർച്ചറിയിൽ ബോഡി വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.